ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴിൽ നിന്നും ഈ 2024 വർഷം ഏറ്റവും പുതിയ സിനിമയായിട്ട് കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തിയതോടെ ഈ 2024 വർഷം ഏറ്റവും ഉയർന്ന കളക്ഷൻ കേരളത്തിലും തമിഴ്നാട്ടിലെല്ലാം തന്നെ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വേൾഡ് വൈഡ് ആദ്യ ദിവസം 40 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ തമിഴ്നാട്ടിൽ മാത്രം 11 കോടി 30 ലക്ഷമായിരുന്നു ആദ്യ ദിവസം ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. കേരളത്തിൽ 4 കോടി 20 ലക്ഷം ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഇനി തമിഴ്നാട്ടിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഈ വർഷത്തിലെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ദളപതി വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയാണ്. 31 കോടിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് രജനികാന്തിന്റെ ഫഹദ്, അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച വേട്ടയ്യൻ എന്ന സിനിമയാണ്. 19 കോടി 50 ലക്ഷമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് ഗ്രോസ്. മൂന്നാം സ്ഥാനത്ത് ശിവകാർത്തികേയന്റെ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അമരൻ എന്ന സിനിമയാണ്. 15 കോടി 75 ലക്ഷമായിരുന്നു സിനിമയുടെ ഗ്രോസ്. നാലാം സ്ഥാനത്ത് ഈ വർഷത്തിലെ ആദ്യത്തെ വലിയ ഡിസാസ്റ്റർ എന്ന് സംശയം പറയാവുന്ന തമിഴ് ചിത്രം ഇന്ത്യൻ 2 ആണ്. 13 കോടിയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് ഗ്രോസ്. അഞ്ചാം സ്ഥാനത്താകട്ടെ ചിയാൻ വിക്രം നായകനെത്തിയ തങ്കലാൻ എന്ന സിനിമയാണ്. 12 കോടി 50 ലക്ഷമാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് ഗ്രോസ്. തങ്കലാൻ നിർമ്മിച്ചതും കങ്കുവയുടെ സെയിം പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റുഡിയോ ഗ്രീൻ ആണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. വിക്രം സിനിമയേക്കാൾ വലിയ പ്രസ്റ്റീജിയസ് പ്രൊജക്ട് എല്ലാം തന്നെ ആയിട്ടാണ് സ്റ്റുഡിയോ ഗ്രീൻ പലതവണ കങ്കുവ എന്ന സിനിമയെ പ്രൊമോഷൻ ഘട്ടങ്ങളിലെല്ലാം തന്നെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ടും തങ്കലാന്റെ താഴെയാണ് തമിഴ്നാട്ടിലെ കങ്കുവയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എന്നത് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആറാം സ്ഥാനത്തുള്ള കങ്കുവ എന്ന സിനിമയ്ക്ക് 11 കോടി 30 ലക്ഷമാണ് തമിഴ്നാട്ടിൽ ആദ്യ ദിവസത്തെ ഗ്രോസ്. ഏഴാം സ്ഥാനത്ത് ധനുഷിന്റെ രായൻ എന്ന സിനിമയാണ്. ധനുഷ് തന്നെ സംവിധാനം ചെയ്ത സിനിമ 11 കോടി 10 ലക്ഷമായിരുന്നു തമിഴ്നാട്ടിൽ ആദ്യ ദിവസം നേടിയെടുത്തത്. ഇനി നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷം ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ അവധിക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം ടർബോയാണ് ഏറ്റവും ഉയർന്ന ആദ്യ ദിവസം കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ടർബോ 6 കോടി 15 ലക്ഷമായിരുന്നു ആദ്യ ദിവസം ഗ്രോസ് നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിബൻ എന്ന സിനിമയാണ്. 5 കോടി 85 ലക്ഷമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. മൂന്നാം സ്ഥാനത്ത് ആടുജീവിതമാണ്. 5 കോടി 83 ലക്ഷമായിരുന്നു പൃഥ്വിരാജ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. നാലാം സ്ഥാനത്ത് തൊട്ടുതാഴെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയാണ്. ഒരു തമിഴ് സിനിമയുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഈ വർഷത്തിലെ കളക്ഷൻ നേടിയെടുത്തതും വിജയ് ചിത്രം ഗോട്ടാണ്. 5 കോടി 80 ലക്ഷമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. ഗോട്ടിന് താഴെ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ കങ്കുവ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. 4 കോടി 20 ലക്ഷമായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാൻ നേട്ടങ്ങൾ കേട്ടാം.